ഹായ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ പട്ടായയിലാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഹോട്ടലിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹോട്ടലിന്റെ പേരെന്താണ് കേട്ടോ? ഗ്ലോ പട്ടായ. സോറി, എനിക്കിന്റെ പേരറിഞ്ഞൂടെ, അതുകൊണ്ടാണ് വെച്ചത്. ഗ്ലോ പട്ടായ നല്ലൊരു ആംബിയൻസ് ആണ്. ഇതിന്റെ ഏറ്റവും റൂഫ് ടോപ്പിലാണ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ ജിമ്മുണ്ട്. ഞാൻ പതിയെ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ കാണിച്ചു തരുന്നതാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോണേ. നൈറ്റിലെ കാഴ്ചകൾ, ഇവിടുത്തെ റോഡ്, ഇവിടെ എല്ലാം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഹോട്ടൽ. നല്ല ഇതാണ് കേട്ടോ, ഫ്രണ്ട് ഏരിയ. ഇത് വേറൊരു കാര്യം പറയണ, ഇവിടെ അതേ കണ്ടില്ലേ, എന്താണ് ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ടോപ്പിലുള്ള സ്വിമ്മിംഗ് പൂള്. ഇത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും കളിക്കാനായിട്ട് സെപ്പറേറ്റ് അധികം താഴ്ചയില്ലാത്ത ടൈപ്പ് ഉണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് നീന്തി എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതാണ്. വെറുതെ ഇരിക്കണമെങ്കിൽ അങ്ങനെയും ഇരിക്കാം. ഓക്കെ, അപ്പോൾ കാമാൻകായിട്ടാണെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ഇതിന് മുമ്പ് താമസിച്ച പാലസിലാണ് താമസിച്ചത്. ഭയങ്കര ക്രൗഡഡ് ഏരിയ ആണ്, ഭയങ്കര നൈറ്റ് ലൈഫ് ഭയങ്കര അടിച്ചു പൊളിച്ച് ഭയങ്കര ഒരു ഇതാണ്. പക്ഷെ കണ്ടില്ലേ, നല്ല രസം, നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ, നല്ല കാറ്റുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ഏരിയയിൽ എത്തുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിൽ വന്ന് ഈ സൈഡിൽ കൂടി, അപ്പോൾ ഇതൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണിത്. നമ്മുടെ അവിടെയുള്ള ഫ്രൂട്ടുകൾ മാത്രമാണ്, 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കാണാത്തതായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇവിടെ ഉള്ളത് നമ്മളുടെ അവിടെ ഉള്ള പോലെ എല്ലാ ഫ്രൂട്ട്സും തന്നെയാണ് ഉള്ളത്. പിന്നെ ഭയങ്കര ബിസി ഏരിയയാണ്. പിന്നെ ഈ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് ഡൂറിയൻ എന്നാണ് ഇവിടുത്തെ. ഭയങ്കര വൃത്തിയായിട്ട മണവുമാണ്, വൃത്തിയായിട്ട ടേസ്റ്റ്, കാണാൻ നല്ല ലുക്ക് ഉണ്ടെന്നുള്ളൂ. പിന്നെ ഇതേപോലെയുള്ള ഓരോ ഏരിയകളുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിൽ കണ്ടില്ല, ഫ്രണ്ടിൽ ശരിക്കുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് മുതലയുടെ ഇതാണ്. മുതലയുടെ തലയിൽ ആട്ടുംതല സൂപ്പ് വെച്ചുണ്ടാക്കി കുടിക്കുന്നത്. സൂപ്പ് ഉണ്ടാക്കി കുടിക്കാനൊക്കെ തോന്നുന്നത്